ഹാർട്ട് അറ്റാക്ക് വരുന്നതേ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പം അതിന് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണ്ടേ? ഈ വയറും ചാടി ഒരു ഭംഗിയില്ലാതെ ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറ്റാതെ നടക്കുന്ന ഇഷ്ടമാണ്. സ്കിൻ ഡോക്ടറിനെ കാണിച്ച് മടുത്തു. ഡ്രൈ സ്കിൻ വെയറിങ്, ഇതിനൊരു പരിഹാരം വേണ്ടേ? അത് പറഞ്ഞാൽ നാളെ കുപ്പിയോടെ കുടിച്ച് പ്രശ്നമായി ആശുപത്രിയിൽ പോയാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. ഇയാൾ എത്ര നിസ്സാര സംഭവമാണ്, പക്ഷെ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ കണ്ടോ ഇല്ലേ? സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്കേ ഒരു വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്ത് പറയാം, വെന്ത വെളിച്ചെണ്ണ എന്ന് പറയാം അല്ലേ. ഇപ്പോഴാണെങ്കിൽ മാർക്കറ്റിൽ വളരെ സുഗമമായിട്ട് അത് അവൈലബിൾ ആണ് താനും. പക്ഷെ അതിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നല്ല വിലയാണ്. നമുക്ക് വളരെ നമ്മുടെ കേരളത്തിൽ എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്താണ്? തേങ്ങയാണ് അല്ലേ. കുറച്ച് സമയം എടുക്കും, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ അടുപ്പിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഗ്യാസിൽ ഉണ്ടാക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അതിന് ഒട്ടും വിഷമിക്കേണ്ട. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള എളുപ്പത്തിലുള്ള എല്ലാ മാർഗ്ഗങ്ങളും നിങ്ങൾക്ക് കിട്ടും. വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമുക്ക് വലിയ മാരക സംഭവങ്ങളൊന്നും വേണ്ട. നല്ല ചൂടുള്ള ഒരു അടുപ്പ് വേണം. സത്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും പറയുന്നു, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിൽ, വിറകടുപ്പിൽ, ഉരുളിയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ സമയവും ലാഭിക്കാം, നമ്മുടെ കാശും ലാഭിക്കാം. അപ്പോൾ നമുക്ക് ആകെ ഇനി വേണ്ടത് ഒരേ ഒരു സംഭവമാണ്. എന്താണ്? നമ്മുടെ തേങ്ങാപ്പാൽ. നല്ല കട്ടി തേങ്ങാപ്പാൽ. ഞാനിവിടെ 10 നല്ല പച്ച തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഉരുളിയിൽ ഉണ്ടാക്കാൻ നോക്കുക. ഓടിൻ്റെ ഉരുളി ഇല്ലാത്തവർ മാത്രം ഇൻഡാലിയത്തിൻ്റെ ഉരുളി ഉപയോഗിക്കുക. ഇനി രണ്ടും ഇല്ലാത്തവർ നിങ്ങൾ തൽക്കാലം അല്ല നോൺ സ്റ്റിക്കിലോ ചീനിച്ചട്ടിയിലോ ഉപയോഗിക്കുക. പക്ഷെ നോൺ സ്റ്റിക്കിലൊക്കെ ആവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഇതൊക്കെ ചൂടാവാൻ ഇതേ ഇത്ര നേരം മതി. തേങ്ങാപ്പാൽ നമ്മൾ ഒഴിക്കാം. പിന്നെ ഇത് പ്രത്യേകിച്ച് വേറെ സീനൊന്നുമില്ല. 1 മിനിറ്റ് മാറാതെ നമ്മൾ ഈ അടുപ്പിൽ നിന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തീർച്ചയായിട്ടും ഞാൻ എന്നെ പറഞ്ഞു 10 തേങ്ങയുടെ പാല് മാക്സിമം വെള്ളം കുറച്ച് പിഴിഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ച് വറ്റിച്ച് ഈ വെളുത്ത നിറമുള്ള നമ്മുടെ തേങ്ങാപ്പാൽ നല്ല കണ്ണീര് പോലത്തെ എണ്ണയായിട്ട് മാറും. വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലായി മാറും. ഈ തേങ്ങാപ്പാൽ എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്കതിൻ്റെ ചണ്ടി നമുക്ക് വളരെ രുചികരമായിട്ടുള്ള പല പലഹാരങ്ങളും ആക്കാം. നിങ്ങൾ കളഞ്ഞേക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഈ 10 തേങ്ങയുടെ ചണ്ടിയൊക്കെ ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ കളയരുത്. അതുകൊണ്ട് അടിപൊളി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കാം. ആ കോക്കനട്ട് കൊണ്ട് പലവിധ പലഹാരങ്ങൾ ഉണ്ടാക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നോക്കിക്കാണും കേട്ടോ. നിങ്ങൾ 1 മണിക്കൂറൊക്കെ ഒരു കുക്കിങ്ങിന് വേണ്ടി എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതിൻ്റെ ഗുണം എത്രയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ നന്നായി പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇന്നാണ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഇന്നലെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രത്തിൽ വെക്കുക. കുപ്പിയിലോ പ്ലാസ്റ്റിക്കോ എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കാണാൻ പാകത്തിനുള്ളതിൽ വെക്കുക. ഒരു 12-15 മണിക്കൂർ കഴിയുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ തേങ്ങയുടെ മുകളിൽ നല്ല കട്ടി ക്രീം കാണും. അതിങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കുന്നുണ്ടാവും. തേങ്ങാപ്പാലിലുള്ള വാട്ടർ കണ്ടൻറ്റ് അടിയിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മുകളിൽ നിന്ന് ഒരു തവി കൊണ്ട് പതുക്കെ കോരി എടുക്കാം. ആ ക്രീം വേണം ഇതേപോലെ ആക്കാൻ. അപ്പോൾ നമുക്ക് സമയം നല്ല ലാഭിക്കാൻ കിട്ടും. പക്ഷെ ആ വെള്ളം കളയരുത്. അടിയിൽ കിട്ടുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കൊണ്ട് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാം. അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അപ്പത്തിന് മാവ് അരയ്ക്കാം. ഒന്നും വേസ്റ്റാക്കുന്ന പരിപാടിയില്ല കേട്ടോ. ഏകദേശം ഒരു 35-40 മിനിറ്റായി. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇത് കണ്ടോ? ഇത് നന്നായിട്ട് പീര പോലെ ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല എന്നല്ല, ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അടി പിടിക്കരുത്. നമ്മളിതിൻ്റെ എല്ലാ ഗുണങ്ങളും അടി പിടിച്ച് കരിഞ്ഞാൽ പോകും. കളർ നന്നായിട്ട് മാറുന്നുണ്ട്. എണ്ണ ഇങ്ങനെ തിളച്ച് പൊങ്ങുന്നുണ്ട്. ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഓക്കെ, വേറെ എന്ത് ഉരുളിയാണെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? നമുക്ക് ചൂടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെരുത്ത ചൂടായിരിക്കും. നിങ്ങൾ കളർ കണ്ടല്ലോ അല്ലേ? ഇത് കണ്ടോ? കറുത്തിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇതിങ്ങനെ സൈഡിലേക്ക് തിക്കി വെക്കണം.
എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരിച്ച് എടുക്കാം. അപ്പോൾ അതാ നോക്ക്, ഇത്രയും കിട്ടി. ബാക്കി വന്നിട്ടുള്ള മട്ട് കണ്ടോ, നോക്കിക്കേ. ഈ സാധനം മട്ടാണ്. ഇതിൽ ഇന്നാലും എണ്ണയുടെ അംശം ഉണ്ടാവും. ഈ നമ്മുടെ സ്കിൻ ഡിസീസ് വളരെ കൂടുതലായിട്ടുള്ളവർക്ക്, അതായത് ഈ വല്ലാതെ വട്ടച്ചൊറി, ചുണങ്ങ് ഇല്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ സാധനം അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ശേഷം കുളിച്ചാൽ ഭയങ്കര എഫക്റ്റാണ്. ഇത് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. അതിൻ്റെ മെയിൻ കണ്ടൻ്റായിട്ട് ഈ സാധനം ഉപയോഗിക്കും. ഇനി ഇതുമല്ല, ഈ സാധനം പൊടിച്ചിട്ട് ഫേസ് മാസ്കിൻ്റെ കൂടെ ഇട്ടാൽ, അതായത് മഞ്ഞൾ, ഇത് കടലമാവ് എല്ലാം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്കിൻ ഗ്ലോയിങ്ങിന് വളരെ മെച്ചപ്പെട്ടൊരു സംഭവമായിരിക്കും. എന്താണ് ഈ വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ, എന്താണ് അതിൻ്റെ ചെറിയ ചില ഗുണങ്ങൾ എന്ന് ഞാനൊന്ന് പറയട്ടെ. ഈ സ്കിൻ ഡിസീസസിനെ ഒരുപാട് സഹായിക്കും. സാധാരണ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ പണ്ടൊക്കെ എന്താണ്, അങ്ങനെ പലവിധ ബേബി ക്രീമുകളാണ് കുഞ്ഞുങ്ങളെ തേൽക്കും. പക്ഷെ നമുക്ക് വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? കാലാകാലം കണ്ടുപിടിക്കപ്പെട്ട കാലം തൊട്ട് ഇന്ന് വരെ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വെന്ത വെളിച്ചെണ്ണ. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ സ്കിന്നിന് വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇനി കുളിച്ച് കഴിഞ്ഞ് ക്രീം തേക്കുന്നതിന് പകരം ഈ വെന്ത വെളിച്ചെണ്ണ തേച്ചാൽ അതും അതിനേക്കാൾ ഉത്തമം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവരുടെയും കൂടെ കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാനും സ്കിന്നിലെ അത്യാവശ്യം എല്ലാ ഡിസീസും മാറാനും പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഔഷധം തന്നെയാണ് ഈ വെന്ത വെളിച്ചെണ്ണ. പ്രത്യേകിച്ച് ഈ ചില കുഞ്ഞുങ്ങൾക്ക് അറിയാം, സ്ഥിരമായിട്ട് ചൊറി, ചിരങ്ങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറാതെ നിൽക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഈ വെന്ത വെളിച്ചെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാറും. അതുപോലെ വലിയവരാണെങ്കിലും ഈ കഴുത്തിലും നമ്മുടെ കൂടുതൽ വേർക്കുന്ന ചില സ്ഥലങ്ങളിലും ഒക്കെ കറുപ്പ് നിറം വരും അല്ലേ, അങ്ങനെയുള്ളവർ പോലും ഈ വെന്ത വെളിച്ചെണ്ണ സ്ഥിരമായി തേച്ചാൽ നമുക്കത് മാറും. മുഖത്ത് തേച്ച് മസാജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ വെന്ത വെളിച്ചെണ്ണ. കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറുക്കിൽ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇറച്ചിക്കറികളിൽ ചിലത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിറക്കാറുണ്ട്. നല്ല ചുമന്ന മീൻ കറികളിൽ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിറക്കാറുണ്ട്. പിന്നെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഓഫ് ചെയ്തതിന് ശേഷം എണ്ണ ഒഴിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതിലും ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ വെന്ത വെളിച്ചെണ്ണ. ദഹനത്തെ വളരെയധികം സഹായിക്കുന്ന ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഈ വെന്ത വെളിച്ചെണ്ണയിലുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ കുട്ടികൾക്ക് മിക്കവാറും നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം അല്ലേ. അങ്ങനെയുള്ളവർക്ക്, ഇനി വലിയവർക്കും കുറച്ച് അളവ് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1-2 സ്പൂൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദഹന പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ എങ്കിൽ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്യും. വളരെ ഈസി ആയിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അത് ഏറ്റവും സുലഭമായി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്നതാണ് നമ്മുടെ വെന്ത വെളിച്ചെണ്ണ. അൽഷിമേഴ്സ് രോഗികളിൽ ബ്രെയിൻ ഫങ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പോലും നമ്മുടെ സഹായിക്കുന്നു, നമ്മുടെ ഈ കിടിലൻ വെന്ത വെളിച്ചെണ്ണ. ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ വളരെയധികം സഹായിക്കുന്ന, കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം തീർച്ചയായിട്ടും നമ്മുടെ വെന്ത വെളിച്ചെണ്ണയിലുണ്ട്. അതായത് HDL കൊളസ്ട്രോൾ ഉണ്ട്, നല്ല കൊളസ്ട്രോൾ. അതിനെ കൂട്ടാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്മുടെ ഈ വെന്ത വെളിച്ചെണ്ണ. നല്ല ഫാറ്റി ആസിഡിന്റെ കണ്ടന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ഇതിനൊക്കെ സാധിക്കുന്നത്. വയറിന്റെ പ്രശ്നം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ, ഫാറ്റ് റിഡക്ഷന് വളരെയധികം സഹായിക്കുന്നുണ്ട് ഈ വെന്ത വെളിച്ചെണ്ണ. പ്രത്യേകിച്ചും അടിവയറ്റിലെ ഫാറ്റ് നന്നായിട്ട് റെഡ്യൂസ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആരോഗ്യം, സൗന്ദര്യം, അസുഖം, ഈ 3 എണ്ണത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള സാധനമായിട്ട് നമുക്ക് എന്ത് പറയാം, വെന്ത വെളിച്ചെണ്ണ പറയാം. അതിനിടയിൽ കൂടെ ഉറുമ്പ് വന്നു. മിനിറ്റ്, ഇത് കാണുന്നില്ലല്ലോ. ഈ പാചകവും വാചകവും കൂടെ ഒരുമിച്ച് നടക്കില്ല, പെടില്ല. എല്ലാവരും